ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തണം. ക്ഷമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. അതുകൊണ്ട് അമ്മയുടെ സഹായത്തിനായിട്ട് നീ ഒന്ന് നിൽക്കണം. കുഞ്ഞേച്ചി, ഞാൻ നിന്നാ... ക്ഷമേ, നീ നിന്നാ മതി. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. കയ്യിലേക്ക് നോക്കരുത്. എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീ അത് രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇത് വെച്ച് എന്ത് മഹാപാപമാ ഞാൻ ചെയ്യേണ്ടേ? കിടന്ന് പിടയ്ക്കാതെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. സത്യഭാമ ഉണ്ടാക്കി വെക്കുന്ന കറിയിൽ നീ ഉപ്പുപൊടി ഇടണം. മുളകുപൊടി ശാരദാമ്മയുടെ കറിയിലും. അതോടെ രണ്ടുപേരും ഔട്ട്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ? ശ്യാമേ, നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കേ. നിന്റെ കുഞ്ഞിന്റെ ജീവൻ വരെ അപകടത്തിലാണ്. പപ്പിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് നീ കാണിക്കേണ്ട സമയവും ഇത് തന്നെയാ. അയ്യോ, പാവം പപ്പിമോള്. ജലപാനം പോലും കഴിക്കാതെ ഒരു മുറിയില് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്റെ അമ്മ വരാത്തെ, എന്റെ അമ്മയ്ക്ക് വേണ്ടേ? വാങ്ങിക്ക്. അങ്ങനെ വഴിക്ക് വാ. ഇനി കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലാ. ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാ. പറഞ്ഞതുപോലെ ചെയ്താ നിന്റെ ഒപ്പം നിന്റെ കൊച്ചുണ്ടാവും. ഇല്ലെങ്കിൽ എന്നേക്കുമായി അവളെ അങ്ങ് മറന്നേക്ക്. സർ, അനുപല്ലവിയാണ്, പറഞ്ഞോളൂ. ആ ശാലിനി മാഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സർ, മാഡം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഫംഗ്ഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുക. എന്തെങ്കിലും പറയണോ? ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ബൈപ്പാസിൽ കുറെ ദൂരം റോഡിടിഞ്ഞ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് വീണെന്നും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ തീർച്ചയായും കളക്ടറിനെ അന്വേഷിക്കും. എത്രയും വേഗം മാഡത്തിനോട് ബൈപ്പാസിലുള്ള സംഭവ സ്ഥലത്തേക്ക് എത്താൻ പറയൂ. സർ, ആർക്കെങ്കിലും സീരിയസ് ആയ സിറ്റുവേഷൻ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. സംഭവ സ്ഥലത്ത് എത്താതെ ഒന്നും പറയാനും പറ്റില്ല. ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം. മാഡത്തോട് എത്രയും പെട്ടെന്ന് അവിടെ തിരിച്ചോളാൻ പറയൂ. ആ, ഓക്കെ സർ.
ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് ശരിയാ. ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ജോലി സംബന്ധമായ ഒരു വിവരങ്ങളും മനഃപൂർവ്വം വെളിപ്പെടുത്താതെ തന്നെയാ. അങ്ങനെ മതിയെന്ന് കുറുപ്പ് സാറ് പറയുകയും ചെയ്തു. പക്ഷെ ഇനിയും മാഡം ചെല്ലാൻ താമസിച്ച അതൊരു പക്ഷെ വാർത്തയാവും. ഈ മത്സരത്തെയും വാർത്തകളിലേക്ക് വലിച്ചയക്കും. മാഡത്തിന്റെ ശത്രുക്കളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. പക്ഷേ മാഡത്തിനെതിരെ ഒരു കൊട്ടുകൊട്ടാൻ അവരവസരം നോക്കി ഇരിക്കുകയാണല്ലോ. ശരിയാണു പറഞ്ഞത്. എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തണം. ക്ഷമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. അതുകൊണ്ട് അമ്മയുടെ സഹായത്തിനായിട്ട് നീ ഒന്ന് നിൽക്കണം. കുഞ്ഞേച്ചി, ഞാൻ നിന്നാ... ക്ഷമേ, നീ നിന്നാ മതി. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മേ, ഞാൻ... ആ മോളെ ഞാൻ കേട്ടു. നീ പോയിട്ട് വാ. ഇവളുണ്ടല്ലോ ഇവിടെ. ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാം. പോയിട്ട് വാ. ക്ഷമേ, രോഹിത്, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. പപ്പിയുടെ വെള്ളം പോലും കുടിക്കാണ്ട് കിടക്കുക. അതെ, എന്റെ മോളെ ഈശ്വരൻ രക്ഷിക്കും. എന്നാലും ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. നിനക്ക് നോവില്ലല്ലോ, നീ അല്ലല്ലോ പ്രസവിച്ചത്. ചെല്ലടി അങ്ങോട്ട് ചെല്ലാൻ.